ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 12-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണവും അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാം. ഇന്ന് 11-ാം തീയതി വ്യാഴാഴ്ച റേഷൻ വിതരണം ഉണ്ടായിരുന്നില്ല. ഇന്ന് ശിവരാത്രി പ്രമാണിച്ച് റേഷൻ കടകൾ അവധിയായിരുന്നു. ഇനി നാളെയാണ് റേഷൻ വിതരണം ഉള്ളത്. നിലവിൽ മാർച്ച് മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങളാണ് റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പല റേഷൻ കടകളിലും സ്റ്റോക്ക് എത്താത്തത് മൂലമുള്ള പ്രയാസം നേരിടുന്നുണ്ട്. ആ ഒരു പ്രയാസം മാറുന്നത് തിങ്കളാഴ്ചയോടുകൂടി അതിന്റെ ഒരു പ്രതിസന്ധി മാറുന്നതായിരിക്കും. ഇപ്പോൾ പല റേഷൻ കടകളിലും കഴിഞ്ഞ മാസത്തെ ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം കൊടുത്ത് ഇപ്പോൾ പല സാധനങ്ങളും സ്റ്റോക്കുകൾ തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ എല്ലാം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മാർച്ച് മാസത്തെ സ്റ്റോക്ക് എത്താത്തത് കൊണ്ട് ആ സ്റ്റോക്കും തീർന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ തിങ്കളാഴ്ചയോടുകൂടി ആ ഒരു പ്രതിസന്ധി തീരുമെന്നാണ് കരുതുന്നത്. ചിലപ്പോൾ നാളെ തന്നെ നിങ്ങളുടെയൊക്കെ റേഷൻ കടകളിൽ വന്നേക്കാം. നിങ്ങൾ റേഷൻ കടകളിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുക സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ വാങ്ങാം, ഉള്ള സാധനങ്ങൾ വാങ്ങാം. അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് കിറ്റ് വാങ്ങാനൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റാണ്. എല്ലാ ആളുകൾക്കും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ കാർഡിന്റെ നിറമൊന്നും നോക്കാതെ തന്നെ എല്ലാ ആളുകൾക്കുള്ള കിറ്റ് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ കിറ്റ് 20-ാം തീയതിക്ക് മുമ്പായിട്ട് വിതരണം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത്രയൊക്കെയാണ് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. സാധനങ്ങൾ എന്തെല്ലാം ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ എന്തെല്ലാം റേഷൻ കടകളിൽ ഉണ്ട് എന്ന് പറയാനുള്ളത് ഇപ്പൊ പറ്റില്ല. മിക്ക റേഷൻ കടകളിലും സാധനങ്ങളുടെ വലിയ സ്റ്റോക്ക് വളരെയധികം കുറവുണ്ട്. അതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ അറിയിപ്പ് എന്ന് പറയുന്നത് SSLC Plus Two പരീക്ഷകൾ മാറ്റി. ബുധനാഴ്ച തുടങ്ങാനിരുന്ന SSLC Plus Two പരീക്ഷകളാണ് മാറ്റിവെച്ചത്. 17-നായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. ഇനി പുതിയ തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 8 മുതൽ 30 വരെയാണ്. SSLC പരീക്ഷ മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന നടപടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം SSLC Plus Two പരീക്ഷകൾ നീട്ടി നൽകിയത്. കാരണം മാർച്ച് 31-ന് തന്നെ പരീക്ഷകൾ കഴിയേണ്ടതായിരുന്നു. ഇലക്ഷൻ വരുന്നത് ഏപ്രിൽ 6-നാണ്. പക്ഷേ ഇത് നീട്ടി നൽകിയത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി SSLC Plus Two പരീക്ഷകൾ ഏപ്രിൽ 8 മുതൽ 30 വരെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇനി നിലവിലെ സ്വർണം വില നോക്കാം. സ്വർണം 2 ദിവസമായിട്ട് വില കൂടിയിരിക്കുകയാണ്. ഇന്ന് സ്വർണ്ണവില പവന് 33,720 രൂപയാണ്. ഗ്രാമിന്റെ വില 4,215 രൂപയാണ്. ആധാർ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പരിഷ്കരണം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പുതിയ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആദ്യപടി എന്നോണം ഗതാഗത വകുപ്പിന്റെ 16ഓളം സേവനങ്ങൾ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലിങ്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ പഴയതാണെങ്കിൽ ആധാർ കാർഡ് എടുക്കുന്ന സമയത്തല്ലാത്ത മൊബൈൽ നമ്പർ ആണ് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് കടലാസിന്റെ വില പോലും ചില സമയത്ത് നിങ്ങൾക്ക് നൽകുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.